എനിക്ക് ഇവിടുന്ന് പോവോളം കുറച്ച് ഇലക്കറികൾ കഴിക്കണം. ചെറുങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല, കുമ്പളങ്ങൻ്റെ ഇല. സ്നേഹം തോന്നുമ്പോൾ വിളിക്കലാണ് കുഞ്ഞിമോളെ. ഇനി ഉണ്ടാക്കണം കുറച്ചും കൂടെ. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വിഷുവിനൊന്നും വരാത്തതുകൊണ്ട്, വിഷുവൊന്നും ഇല്ലാത്തതുകൊണ്ട്, വിഷുവിന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. വിഷുവിൻ്റെ വിശേഷങ്ങളില്ലായിരുന്നു, വിഷുവിൻ്റെ ആഘോഷങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് വിഷുവിൻ്റെ വ്ളോഗൊന്നും ഇല്ലാതെ ഇരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഹെൽത്ത് പ്രോബ്ലംസുകളും ഒക്കെ ആയി. ലോങ് വീഡിയോ അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ച ഷോർട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. വീട്ടിലേക്ക് ഞാൻ ഇന്നലെയാണ് കേട്ടോ വന്നത്. ഇവിടെ ഇന്നലെ രാത്രിയാണ് എത്തി. അപ്പോൾ ഇന്നലെ എന്നെ കൊണ്ടുവരാൻ എൻ്റെ പൊന്നാങ്ങളെ, ഭാര്യ അഞ്ചു, മകൻ ബാലു, ഒരു മൂന്നാളും കൂടെ വന്ന്. വെച്ചുമോളും എൻ്റെ കുട്ടനെ വന്നിട്ടില്ല കേട്ടോ. വന്നേ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവർ വന്നത്. ഇന്നലെ നാട്ടിലൊരു വീട്ടിൽ കൂടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവർ വീട്ടിലെത്തിയത്. അമ്മേനെ കൊണ്ടുപോകാൻ ബാലുക്കുട്ടനെ വന്നു. മാമനെ കാണാനാ പോന്നത്? അല്ലേ? അങ്ങനെ ഒരു വളയത്തെത്താനായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് നാടൻ മാങ്ങയാണ് കേട്ടോ, അനിയൻ കൊണ്ടുവന്നതാണ്. അപ്പം മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അവർ വന്നപ്പോഴേക്കും മാങ്ങ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ ജ്യൂസൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രസാദം വന്നു. അത് കഴിഞ്ഞ് ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവരുടെ കൂടെ ഒരുങ്ങി പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം വിഷുവിന് നാട്ടിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ. വിഷുവിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. അമ്മമ്മ പോയതോടുകൂടി പിന്നെ വിഷുവിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല. ആഘോഷങ്ങളൊന്നും ഇനി ഒരിക്കലും ആഘോഷിക്കില്ല എന്നല്ല കേട്ടോ പറയണത്. പക്ഷേ ഓരോ ആഘോഷത്തിൻ്റെയും അവസാനം അമ്മേൻ്റെ വീട്ടിൽ പോവുക, അമ്മമ്മേനെ അമ്മച്ചനും കാണുക, അവരായിട്ട് സ്പെൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അത്രയൊരു സന്തോഷം ഉണ്ടാവില്ല എന്നാട്ടോ പറയുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും പോകാനുള്ളതല്ലേ. അതിപ്പോൾ പ്രകൃതി നിയമമാണല്ലോ, അത് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങനെ പോന്നിട്ട് അരീക്കോടൊക്കെ എത്താനപ്പോൾ ബാലുക്കുട്ടന് ഭയങ്കര വിശപ്പ്. ഉച്ചയ്ക്ക് ബിരിയാണി തിന്ന് പോന്നു. പിന്നെ വളയത്തെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ചായയൊക്കെ കഴിച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് വന്ന് അരീക്കോടെ എത്താനപ്പോൾ അവന് ഭയങ്കര വിശപ്പ്. അതൊന്നല്ല, കുഴിമന്തിക്കട കണ്ടപ്പോൾ പിന്നെ മന്തി കഴിക്കാൻ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ കയറിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുഴിമന്തി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, കഴിക്കും അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാലുക്കുട്ടനും ലച്ചുമോക്കും ഒരു പാഴ്സലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കണുണ്ടോ, എൻ്റെ കാന്താരി ലച്ചുമോളോടും അച്ഛനോടും അമ്മയോടും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ കുളി കഴിഞ്ഞു കിടന്നുറങ്ങിട്ടോ. അതാണ് നല്ല രാത്രിത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇന്നത്തെ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇങ്ങനെ മറത്തിങ്ങനെ ഇരിക്കാം കേട്ടോ. ഇനി ചായ കുടിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചായ, ചീയപ്പം, ഉള്ളി റോസ്റ്റുമാണ് കേട്ടോ. ചീയപ്പം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലക്കാരുടെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ അപ്പം. അതായത് നീർദോശ എന്ന് പറയും. നമ്മൾ തലേന്ന് രാത്രി അരി വെള്ളത്തിലിടും. രാവിലെ നാളികേരോ ചോറോ ഒന്നും ചേർക്കാതെ വെറും അരി മാത്രം ഉപ്പിട്ട് അരച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അതായത് നീർദോശ. ഇവിടെ ചീ പറഞ്ഞ സൗണ്ട് ഉണ്ടാകാനുള്ളത് കൊണ്ട് ഇവർ ചീയപ്പം എന്ന് പറയും. അപ്പോൾ ചീയപ്പം ഉള്ളി റോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട ഞാൻ കഴിച്ചു. പഴമൊക്കെ കഴിഞ്ഞു അല്ലേ? അല്ല നമ്മളെ വാഴക്കൊലൊക്കെ അഞ്ചു തിന്നിട്ടില്ല. ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പഴയതാ പോരില്ല, അഞ്ചോ പോരില്ലേ? പിള്ളേരോ കറിയൊക്കെ വെള്ളരിയോ ചെറുക്കൻ്റെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോവോളം കുറച്ച് ഇലക്കറികൾ കഴിക്കണം. ചെറുങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല, കുമ്പളങ്ങൻ്റെ ഇല, മുരിങ്ങൻ്റെ ഇല വേണ്ട, മുരിങ്ങൻ്റെ ഇല അവിടെ കിട്ടും, ചീരേൻ്റെ ഇല കിട്ടും.
ശരിയുണ്ട്. ഞാൻ മത്തൻ്റെ തിന്നാനായിട്ട് മത്തനാട നട്ടണ ഉണ്ടായിന്. ചൂടത്ത് വാടി പോകാവോ. നല്ല മത്തണ്ടാകും. മത്തണ്ടാകുന്ന മണ്ണാണതൊക്കെ. കരിവേപ്പിൻ്റെ തജ്ജി കുടിച്ചോ? അവിടെ കറിവേപ്പും ശരിയാണല്ല. കറിവേപ്പ് തൈയുണ്ട്. ചാക്കിൽ മണ്ണടച്ചാൽ ഞാൻ മഴക്കാലത്ത് ഇനി പോകുമ്പോൾ തൈ കുറച്ച് ചാക്കിൽ മണ്ണടച്ചാൽ വെച്ചോണ്ട്. ചാക്കിലോ? ആ, ചാക്കിൽ മണ്ണടച്ചുകൊണ്ട് അതേ ചെറിയൊരു കുഴി കിട്ടും. അതിലേക്ക് ചാക്കിൽ മണ്ണടച്ചാൽ വെക്കണം. അതിൻ്റെ വലിയതായ ഈ ചാക്കിൻ്റെ അത് പൊട്ടി അയക്കണ്ടായിരുന്നു. ആവശ്യമില്ലാത്തവർക്ക് കറിവേപ്പിലയും കറുമൂസയൊക്കെ ഉണ്ടാവും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇങ്ങനെ മറുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സുഖമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. കുറച്ച് ദിവസം ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ. കുറച്ച് ദിവസം എന്ന് പറയല്ലേ, ഒരു 4 ദിവസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, നമ്മുടെ നാട്, പുഴ, പച്ചക്കറി, അതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ. ബാലു അല്ലിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ പിന്നെ സ്കൂട്ടിമ പോയി. ബാലു ഇതാ അവിടെ അതിൻ്റെ അച്ഛൻ്റെ ഒപ്പം ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട്. ലച്ചുമോൾ അമ്മേൻ്റെ കൂടെ ഇങ്ങോട്ടോ പോയി. എങ്ങോട്ടാ അഞ്ചോ ലച്ചു പോയത്? അമ്മേൻ്റെ കൂടെ. അമ്മ എങ്ങോട്ടാ പോയത്? കൊപ്ര ഉണക്കാൻ പോയതാവും. അപ്പോൾ കൊപ്ര ഉണക്കിയിട്ടുണ്ട് അവിടെ കുട്ടൻ്റെ വീടിൻ്റെ, പുതിയ വീടിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഇന്നത്തെ വിളവെടുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വഴുതന നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പച്ച വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്, പിന്നെ ചീരേൻ്റെ ഇലയുണ്ട്, ചിരങ്ങൻ്റെ ഇലയുണ്ട്, മത്തൻ്റെ ഇലയുണ്ട്. ഇതൊക്കെ ആവശ്യക്കാരുണ്ട് കേട്ടോ അതിന്. പിന്നെ പടവലുണ്ട്, ചിരങ്ങയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇതൊക്കെയാണ്. അച്ഛൻ അതും കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ പച്ചക്കറിയൊക്കെ ആയിട്ട് പോയിട്ടോ. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളെ വീട്ടിൽ വരുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ പിന്നെ നാത്തൂനുണ്ട്. നാത്തൂന്മാരില്ല, 5 ഉള്ളൂ. ഇവിടെ അമ്മയേ ഉള്ളൂ, വലിയ നാത്തൂനേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇരട്ടക്കുട്ടികളുടെ അമ്മയും വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ലാൻഡ് ചെയ്യും. ഒരു വിഷുവിൻ്റെ മുൻപ് പോയതാണ് കേട്ടോ. അതായത് വിഷുവിൻ്റെ ഒരാഴ്ച മുൻപ് പോയതാണ്. ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും വരുന്നുണ്ട്. അവർക്ക് പിന്നെ അങ്ങനെ വന്നാൽ മതിയല്ലോ, അവരച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ വൈകുന്നേരം വരും. അപ്പോൾ ഇനി ഒരു കലപില കിളിക്കൂട്ടങ്ങളാവും. അപ്പോൾ കിളിക്കുട്ടികളുടെ ചേച്ചിക്കിളി എന്താ തിന്നണടി? പഴോ? അച്ഛന് വാഴ കൃഷി ഇല്ലതുകൊണ്ട് വാഴക്കൊല പഴം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വന്നപ്പോഴേക്കും പഴമൊക്കെ കഴിഞ്ഞ് തുടങ്ങി. അതേപോലെ പയറും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പയറും മത്തനൊക്കെ. അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ് പോയി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ അവളെ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഇലഞ്ഞി മരം ഉണ്ടല്ലോ, ഇലഞ്ഞിമ നിറയെ പൂവുണ്ട്. വലിയ മരം ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടെന്നല്ലോ. വലിയ പൂവ് തന്നെ അല്ല, നിറയെ പൂവുണ്ട്. ഇപ്പോൾ പൂവ് കുറവാണ്, പായ വീണ്. അപ്പം അത് ചിലപ്പോൾ കണ്ടോ വീടിന് ചാരിയിട്ടാണ് നിൽക്കുന്നത്. പൊന്ന് കായ്ക്കണ മരമായാലും പുരക്കി ചാഞ്ഞാൽ മുറിക്കണം എന്നല്ലേ പറയാം. അപ്പോൾ അത് മുറിക്കുമ്പോഴേക്കും വേറൊരു ഇലഞ്ഞി അമ്മ നട്ടതാട്ടോ. അമ്മ എന്ത് നട്ടാലും വേഗം ഉണ്ടാവും. അമ്മേൻ്റെ നാളെ അങ്ങനത്തെ നാളാണ്. പൊന്ന് കഴിക്കുന്ന മരമായാലും പുരക്കി ചാഞ്ഞാൽ മുറിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വലിയൊരു മാവുണ്ടായിരുന്നു. ആ മാവ് നേരെ അതിൻ്റെ കൊമ്പൊക്കെ നേരെ മുകളിൽ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടായിരുന്നു. പിന്നെ അത് മുറിച്ച് മുറിച്ചിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ശരിക്കൊരു മുത്തശ്ശി മാവ് എന്ന് തന്നെ പറയാം. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഉണ്ടാവും. പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നേരെ പോണത് അങ്ങോട്ടാ അതും വീടിൻ്റെ മുകൾക്ക് തന്നെയാണ് പോണത്. പാമ്പ് കയറും, കണ്ടോ. പിന്നെ കായല്ല കേട്ടോ, കായ ഉണ്ടാവുന്നുള്ളൂ. നേരെ വീടിൻ്റെ മുകളിൽ പട്ടയമക്കൂടെ അങ്ങനെ ഓലയമക്കൂടെ അങ്ങനെ പോയിട്ട് അതായത് ഇനി മരത്തമ്മക്കൂടെ അങ്ങനെ പോകണം. ഞാൻ പോയതോടുകൂടി ഇവിടുത്തെ ചെടികളൊക്കെ പോയി. ചെടികളൊന്നും ഇല്ല അല്ലേ ലച്ചുമോളെ? പൂവിൻ്റെ പേര് ശരിക്ക് ശവന്നാരി എന്ന് പറയും. പക്ഷേ ശവന്നാരി എന്ന് ഞാൻ പറയില്ല കേട്ടോ. നിത്യം കല്യാണി തന്നെയാണ്. കാരണം നിത്യം പൂവിടുന്നതാണ് നിത്യ കല്യാണി. ഇതിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ആകെ ഈ ചെടികളേ ഉള്ളൂ. പിന്നെ അതല്ലത് ചെടികളൊന്നുമില്ല. ലച്ചുമോളൊക്കെ വലിയതായിട്ട് ലച്ചുമോൾ ഉണ്ടായിക്കോളൂ ചെടികൾ. പിന്നെ അച്ചുമാണ് ചെടീൻ്റെ ആൾ. ഇത് 10 മണി ഇതിൻ്റെ ഒരു
കുഞ്ഞു ദുക്കി കൊണ്ടുപോകണം. ഇനി ഉണ്ടാക്കണം കുറച്ചും കൂടെ നിറയെ. ഇതൊക്കെ നിറയെ ഞാൻ വളയത്തെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം പോയി. ഇനി വീണ്ടും ഒന്നാമതും തുടങ്ങണം. പുതിയ വീട്ടിൻ്റെ അവിടെ പുതിയ വീട്ടിലോ? ഇവിടെ വന്നാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ദാഹമാണ്. എന്താണെന്നറിയോ? എന്താ തേങ്ങ കയ്യെത്തും ദൂരത്താണ്. അപ്പോൾ ഇവിടെ വരണമെന്ന് ഞാൻ ഇളനീരിട്ട് കഴിക്കും. ഒറ്റ നട്ട തെങ്ങ കണ്ടോ, ചെന്തെങ്ങെന്ന് പറയാൻ പറ്റില്ല, ചെറുതാ. ഇതാണ് അതിൻ്റെ താഴെ തേങ്ങ നിൽക്കുന്നുണ്ടോ? തേങ്ങ നിറയെ ഉണ്ട്. തേങ്ങ നാൾ കുറച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊപ്ര എണ്ണ റെഡിയാക്കാൻ വേണ്ടി കൊപ്ര ആക്കിയിട്ട് പുതിയ വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അല്ലേ. ഇവളും അമ്മയും കൂടെയാണ് അത് ഉണക്കാനും എടുത്തു വയ്ക്കാനൊക്കെ പോവാറ്. എണ്ണ ആട്ടാനായിട്ടില്ല കേട്ടോ, കൊപ്രായി ശരിയായി ഉണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഇളനീര് അങ്ങോട്ട് കുടിക്കാം. എന്താ കുഞ്ഞുമോളെ, മാമൻ പറഞ്ഞ പോലെ എന്താ കുഞ്ഞുമോളെ അല്ലേ? പഴയത്തെ ഭാഷ കേട്ടത്, കുഞ്ഞുമോളെ അല്ലേ? അതെൻ്റെ മാമൻ സ്നേഹം തോന്നുമ്പോൾ വിളിക്കുന്നതാണ്, കുഞ്ഞുമോളെ. ഇപ്പം എൻ്റെ കുഞ്ഞുമോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇളനീരിട്ട് അങ്ങോട്ട് കുടിക്കാം അല്ലേ. അങ്ങനെ ഞങ്ങളൊരു ഇളനീരൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം അതാ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വൈകേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാങ്ങ ചെത്തി കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഓരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരാം. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഇതെന്താ ഗോസ്റ്റ് കാണിക്കുന്നുണ്ടോ? മധുരം ഉണ്ടോ നോക്കട്ടെ ആദ്യം. വളയത്തെ വീട്ടിൽ ചെറിയ നാടൻ മാങ്ങ കഴിച്ച് മധുരണ്ടോ? അഞ്ചുവാ മാങ്ങ അല്ലിക്കുട്ടഞ്ച് വേണോ? നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോ തരാം. ബൈ ബൈ.